നമസ്കാരം. രേണു സുധിയുടെ വാർത്തകളാണ് സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചാ വിഷയമായി മാറുന്നത്. എന്നാൽ രേണു സുധിയിൽ നിന്നും അത് കിച്ചുവിലേക്കും അതുപോലെ തന്നെ സുധിയിലേക്കും എല്ലാം വലിയ രീതിയിൽ വളച്ചൊടിക്കപ്പെട്ടു കാര്യങ്ങളെല്ലാം. സുധിയുടേതായ പഴയ കാര്യങ്ങളെല്ലാം പുറത്തു പറഞ്ഞ് അത് വലിയ രീതിയിൽ ചർച്ചാ വിഷയമായിരുന്നു. അതുപോലെ തന്നെയാണ് കിച്ചുവിലേക്കും എത്തിയത്. കഴിഞ്ഞ ദിവസം കിച്ചുവിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളും, കിച്ചു അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു, കിച്ചുവിനെതിരെ കേസുണ്ട് എന്നൊക്കെ പറഞ്ഞ് അത് സോഷ്യൽ മീഡിയയിൽ വലിയൊരു ചർച്ചയ്ക്ക് വഴിവെച്ചിരുന്നു. കിച്ചുവിന്റെ അമ്മയ്ക്ക് ശേഷം രേണുവുമായുള്ള വിവാഹത്തിന് മുൻപ് കൊല്ലം സുധി മറ്റൊരു വിവാഹം ചെയ്തിരുന്നു എന്ന വാർത്തകളൊക്കെ ആണ് വലിയ രീതിയിൽ വിവാദമായത്. വീണ എന്ന് പറയുന്ന ഒരു സ്ത്രീയെയാണ് സുധി രണ്ടാമത് വിവാഹം കഴിച്ചത് എന്നായിരുന്നു. ആദ്യം ശാലിനി, പിന്നീട് വീണ, പിന്നീട് രേണു, അങ്ങനെയായിരുന്നു വലിയ രീതിയിൽ ചർച്ചാ വിഷയമായത്. അതിനുശേഷം രാഹുൽ ദാസ് എന്ന നമ്മുടെ കിച്ചുവിനെതിരെ കേസുണ്ട് എന്നുള്ള പറഞ്ഞ ഒരു വാർത്തയും വന്നു. ഒരു യൂട്യൂബർ ഷെഫീന ബീവിയാണ് കഴിഞ്ഞ ദിവസം കൊല്ലം സുധിയുടെ മകൻ കിച്ചുവിനെതിരെ ഈ ഒരു ഗുരുതര ആരോപണം നടത്തിയത്. മദ്യപിച്ച് വാഹനം ഓടിച്ചതിന് കിച്ചുവിന്റെ പേരിൽ കേസുണ്ടെന്നാണ് ഷെഫീന ബീവി തന്റെ ചാനലിൽ വെളിപ്പെടുത്തിയിരുന്നത്. ഈ ഒരു കേസുകളുടെ വിവരം രേണു പുറത്തുവിടും എന്നുള്ള ആ ഒരു ഭയം കൊണ്ടാണ് ഇതിനെതിരെ സംസാരിക്കാൻ, അതായത് രേണുവിനെതിരെ സംസാരിക്കാൻ കിച്ചു മടിക്കുന്നതെന്നാണ് ഷെഫീന തന്റെ ഒരു യൂട്യൂബ് ചാനലിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ ഒരു എല്ലാ വിവാദങ്ങൾക്കും, അതായത് രേണുവിനെ സംബന്ധിച്ചുള്ള വിവാദങ്ങൾക്കാണെങ്കിലും, രേണുവിന്റെ അഭിനയം സംബന്ധിച്ച വിവാദങ്ങൾക്കാണെങ്കിലും, സുധിയുടെ 3 വിവാഹങ്ങളെക്കുറിച്ചുള്ള വിവാദങ്ങൾക്കാണെങ്കിലും, കിച്ചുവിനെതിരെ വന്ന വിവാദങ്ങൾക്കാണെങ്കിലും എല്ലാം ഇപ്പോൾ പ്രതികരിച്ച് കിച്ചു തന്നെ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ്. സത്യാവസ്ഥ വെളിപ്പെടുത്തി ജനങ്ങൾക്കും ഷെഫീന ബീവിക്കുമുള്ള തക്കതായിട്ടുള്ള മറുപടിയാണ് തന്റെ പുതിയൊരു ലൈവ് വീഡിയോയിലൂടെ കിച്ചു നൽകിയിരിക്കുന്നത്. കള്ളു കുടിച്ചു എന്നത് സത്യമാണെന്നാണ് കിച്ചു പറയുന്നത്. അത് പക്ഷേ മാസങ്ങൾക്ക് മുമ്പ് നടന്നൊരു സംഭവമാണെന്നും നിയമപരമായ കാര്യങ്ങൾ വരെ കഴിഞ്ഞതാണെന്നും കിച്ചു ഇതിലൂടെ വ്യക്തമാക്കുന്നുണ്ട്. വിദേശ മദ്യമല്ല, ഫുഡ് കഴിക്കാൻ പോയപ്പോൾ ഷാപ്പിലെ കള്ളാണ് കുടിച്ചതെന്നാണ് കിച്ചു പറഞ്ഞത്. കൊല്ലം സുധി മരിച്ചിട്ട് 2 വർഷമാണ് ഇപ്പോൾ കഴിയുന്നത്. ഇപ്പോഴും ഭാര്യ രേണുവും മകൻ രാഹുൽദാസ് എന്ന കിച്ചുവൊക്കെ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയം അല്ലെങ്കിൽ വിവാദങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. രേണുവിൻ്റെതായി പുറത്തു വരുന്ന ആ ഒരു വീഡിയോയും അഭിമുഖങ്ങളും ഒക്കെ പല വിവാദങ്ങൾക്കും ഒക്കെ വഴിവെക്കുകയും ചെയ്തു. രേണുവിന് മുൻപ് കിച്ചുവിന്റെ അമ്മയ്ക്ക് ശേഷം സുധി മറ്റൊരു സ്ത്രീയെ വിവാഹം ചെയ്തു എന്ന വിവാദമാണ് ഇതിനിടയിൽ ഉയർന്നു വന്നത്. സുധിയുടെ 2ാം വിവാഹത്തെക്കുറിച്ചുള്ള ചർച്ചയായിരുന്നു രണ്ടാമത്തേതായിട്ടുള്ള പ്രശ്നം. അച്ഛന് 2ാം വിവാഹം നടന്നിരുന്നത് സത്യമാണെന്നും കിച്ചു പറയുന്നുണ്ട്. അവർ തമ്മിൽ എന്നും വഴക്കായിരുന്നു. പക്ഷേ പിന്നെ അത് അവർ 2 പേരും സംസാരിച്ച് ഒഴിവാക്കിയതാണ്. ഇപ്പോൾ പറയുന്ന കാര്യങ്ങളൊന്നുമല്ല സത്യം. പക്ഷെ അതിൽ എന്താണ് സംഭവിച്ചതെന്ന് വീണ്ടും ഇവിടെ പറഞ്ഞ ഒരു ചർച്ചയാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ലെന്നും കിച്ചു പറയുന്നുണ്ട്. അമ്മ രേണുവിന്റെ ഇപ്പോഴത്തെ വീഡിയോകളെക്കുറിച്ചും അഭിമുഖങ്ങളെക്കുറിച്ചും അഭിനയത്തെക്കുറിച്ചും ഒക്കെയാണ് അഭിപ്രായം എന്താണെന്ന് ചോദിക്കുന്നവരുണ്ട്. അതിലെനിക്ക് ഒരു അഭിപ്രായ വ്യത്യാസവുമില്ല. അത് അമ്മയുടെ ഇഷ്ടമാണ്. അതിലൊന്നും എനിക്കൊന്നും പറയാനില്ല. വീട് പണിത് തന്ന ഫിറോസിനെതിരെ അമ്മ പറഞ്ഞ കാര്യങ്ങളിലും അത് കേസാക്കുന്നു എന്ന കാര്യങ്ങളിലും എന്താണ് അഭിപ്രായം എന്നായിരുന്നു മറ്റൊരു ചോദ്യം. ഇത് ഫിറോസ് ഇക്ക എന്നെ വിളിക്കാറുണ്ട്, സംസാരിക്കാറൊക്കെയുണ്ട്. കേസ് കൊടുക്കുകയാണ് എന്ന് പറഞ്ഞപ്പോൾ അത് വേണോ എന്ന് ഞാൻ ചോദിച്ചിരുന്നു. പിന്നെ ഇത്തരം കാര്യങ്ങൾ പറയുന്നത് നിർത്താൻ അവരെ പറഞ്ഞ് മനസ്സിലാക്കാനേ എനിക്ക് പറ്റൂ. മനസ്സിലാക്കിയില്ലെങ്കിൽ അത് അവരുടെ ഇഷ്ടമാണ്. അതിനിടയിൽ കിച്ചു കള്ളു കുടിച്ചു പോലീസ് സ്റ്റേഷനിലായി എന്ന വാർത്ത വന്നു. അത് സംഭവിച്ചിട്ടുണ്ട്. അത് വാറ്റുകള്ളോ മറ്റു ലഹരിയോ അല്ല, കൂട്ടുകാരോടൊപ്പം ചെത്തുകള്ളു കുടിച്ചതാണ്. അതിന് പോലീസ് സ്റ്റേഷനിൽ പോയിരുന്നുവെങ്കിലും അത് വലിയ സീനൊന്നുമായ കാര്യമായിരുന്നില്ല. വണ്ടിയുടെ പേപ്പറിൽ ചെറിയ പ്രശ്നം ഉണ്ടായത് കാരണം കുറച്ചു നേരം പിടിച്ചിരുത്തി, പിന്നെ വിട്ടു. അത്തരം തെറ്റുകൾ ഞാൻ ഇനി ചെയ്യില്ല എന്നും സുധിയുടെ മകൻ പറയുന്നുണ്ട്. ഈ ഒരു വിഷയത്തിൽ, അതായത് ഈ വിവാദമായ സംഭവത്തിൽ കിച്ചു വളരെ വിശദമായിട്ടുള്ള വിവരണം തന്നെ നൽകുന്നുണ്ട്. കഴിഞ്ഞ ഡിസംബറിൽ കോട്ടയത്തേക്ക് ഞാൻ പോയിരുന്നു. കൂട്ടുകാരെ കാണാനാണ് പോയത്. ശേഷം എല്ലാവർക്കും ഒപ്പം ഷാപ്പിൽ പോയി ഫുഡ് കഴിച്ചു. അവിടെ നിന്ന് കള്ളു കുടിച്ചു. തിരിച്ചു വരുമ്പോൾ പോലീസ് ഊതിപ്പിച്ചു. ഹെൽമെറ്റും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. അന്ന് കോട്ടയത്ത് നിന്ന് പപ്പ വന്നല്ല, എന്റെ കൂട്ടുകാരന്റെ ജാമ്യത്തിലാണ് പോലീസ് വിട്ടത്. കൂട്ടുകാരൻ കുടിച്ചിരുന്നില്ല. പോലീസ് ഊതിച്ചപ്പോൾ പെറ്റി അടയ്ക്കേണ്ടി വന്നു. കൂട്ടുകാരനാണ് പിന്നീട് വണ്ടി എടുത്തത്. പെറ്റി കോടതിയിൽ കൊണ്ടുപോയി അടച്ചു. ഈ കേസിന്റെ കാര്യം പറയാൻ എനിക്ക് മടിയില്ല. ഇതിന്റെ പേരിൽ മിണ്ടാതെ ഞാൻ വായടച്ചിരിക്കുകയുമില്ല. എന്റെ തെറ്റ് തന്നെയാണ്. നിയമപരമായ കാര്യങ്ങളും കഴിഞ്ഞു. തെറ്റ് പറ്റിപ്പോയി, ക്ഷമിക്കൂ. മിസ്റ്റേക്കിൽ നിന്നും ഞാൻ പഠിച്ചു. ഇത് മുമ്പ് നടന്ന സംഭവമാണ്. പ്രസന്റിൽ നടന്ന സംഭവമാണെങ്കിൽ നിങ്ങൾ എന്നെ കുറ്റപ്പെടുത്തിക്കോളൂ. പണ്ടത്തെ എന്റെ ഇന്റർവ്യൂ നിങ്ങൾ എടുത്തു നോക്കിക്കോളൂ. അതിൽ നിന്നും ഞാൻ ഒരുപാട് മാറി. എനിക്ക് കോൾ എടുക്കാൻ തന്നെ പേടിയാണിപ്പോൾ. ആരൊക്കെയോ വിളിക്കും. പിറ്റേ ദിവസം ആ കോൾ യൂട്യൂബിൽ കിടക്കുന്നത് കാണാം. കേസ് കൊടുക്കാൻ പോവുകയാണെന്ന് ഫിറോസ് എന്നോട് പറഞ്ഞു. പരമാവധി ഞാൻ പറഞ്ഞു നോക്കി വേണ്ടെന്ന്. പിന്നെ നമുക്കൊരു കാര്യം പറയാനല്ലേ പറ്റൂ. രേണു അമ്മ അല്ല ഒന്നിനും കാരണം. അത് പാവം കുറെ വീഡിയോ ഇടുന്നു എന്നല്ലേ ഉള്ളൂ എന്നാണ് നമ്മുടെ കിച്ചു ചോദിക്കുന്നത്.
പിന്നെ ഓരോ വീഡിയോ കാണുമ്പോഴും ഓരോന്ന് പറഞ്ഞു പോകുന്നുവെന്നാണ് മാത്രം. പാസ്റ്റിലുണ്ടായ തെറ്റ് ഞാൻ തന്നെ ഏറ്റു പറയുന്നുണ്ടല്ലോ, പ്രായത്തിൽ പറ്റിപ്പോയതാണ്. കോട്ടയത്ത് പോയപ്പോൾ അത് കൃത്യമായി അറിയില്ലായിരുന്നു. ഫുഡിനൊപ്പം കഴിക്കുന്ന കള്ളാണ് കുടിച്ചത്. സുഹൃത്തിന്റെ പേരിലാണ് ജാമ്യത്തിൽ വിട്ടത്. പെറ്റിയുടെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ എന്നും ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തുന്നുണ്ട്. മാത്രമല്ല 1000 രൂപയാണ് ഫൈൻ അടച്ചത്. കോടതി വിടുന്നത് വരെ വരാന്തയിൽ നിൽക്കുകയും ചെയ്തു. തെറ്റുകൾ ഞാൻ ആവർത്തിക്കില്ല, ആളുകൾ എന്തും പറയട്ടെ എന്ന രീതിയിലാണ് ഞാൻ പോയിരുന്നത്. റിയാക്ട് ചെയ്യാൻ നിന്നാൽ ഡെയിലി അതിനെ സമയം ഉണ്ടാകും. ആരെയും കുറ്റപ്പെടുത്താനല്ല ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. ലൂപ്പ് പോലെയാണ്. എപ്പോഴാണ് ഇതൊക്കെ തീരുക എന്നതാണ് എന്റെ ചോദ്യം. ഞാൻ ഓരോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചർച്ചയാകും. എന്നാൽ ഞാൻ മിണ്ടാതിരുന്നാൽ എല്ലാം സത്യമാണെന്ന് ധരിച്ചാലോ എന്ന് കരുതിയാണ് മറുപടി പറയുന്നതെന്നും കിച്ചു പറഞ്ഞു. അടുത്തത് വീണയുടെ കാര്യമാണ്. അച്ഛന്റെ 2ാം ഭാര്യ എന്ന് പറയുന്ന വീണയുടെ കാര്യം. അച്ഛനൊപ്പം വീണ ദാമ്പത്യ ജീവിതം നയിച്ച സമയമായിരുന്നു തന്റെ ജീവിതത്തിലെ ഏറ്റവും മോശം കാലഘട്ടമെന്നും കൂടുതലൊന്നും താൻ പറയുന്നില്ലെന്നാണ് ലൈവിൽ സംസാരിക്കവേ കിച്ചു പറഞ്ഞത്. വീണ പറഞ്ഞതൊന്നും സത്യമല്ലെന്നും കിച്ചു ആവർത്തിച്ചു പറഞ്ഞു. ഇങ്ങനെ ഓരോരുത്തർ വന്ന് ഓരോന്ന് പറയുമ്പോൾ എന്റെ ഭാവിയെ കൂടിയാണ് അത് ബാധിക്കുന്നത്. എനിക്ക് എന്റേതായ കരിയർ സെറ്റ് ചെയ്യണം. അതുകൊണ്ടാണ് ഞാൻ ഒന്നിനും പ്രതികരിക്കാൻ വരാത്തത്. അല്ലാതെ എന്നെ ആരും പേടിപ്പിച്ച് കെട്ടിയിട്ടേക്കുകയല്ല. രേണു അമ്മ എനിക്ക് ഇടയ്ക്ക് പോക്കറ്റ് മണി തരാറുണ്ട്. ഞാൻ കോട്ടയത്തെ വീട്ടിൽ ഓക്കെ അല്ല. എനിക്ക് കംഫർട്ട് കൊല്ലത്തെ വീടാണ്. അല്ലാതെ അവിടെ നിന്ന് എന്നെ ആരും ഇറക്കി വിട്ടിട്ടില്ല. ഋതപ്പനെ കാണാൻ പോകുന്നുണ്ട്. അവന്റെ പിറന്നാൾ വരാൻ പോവുകയാണ്. അച്ഛനാണിപ്പോൾ ഏറ്റവും കൂടുതൽ ബാഡ് വരുന്നത്. 2 കെട്ടി 3 കെട്ടി എന്നൊക്കെയാണ് പറയുന്നത്. അതൊന്നും പുള്ളിക്ക് സെറ്റായില്ല. ആദ്യത്തെ വിവാഹത്തിന് ശേഷം ഞാനുണ്ടായി, പിന്നീട് 2ാമത് കെട്ടി. അത് തീരെ ഓക്കെ ആയിരുന്നില്ല. അവർ തമ്മിൽ എപ്പോഴും വഴക്കായിരുന്നു. ഞാൻ കൊല്ലത്ത് അച്ചമ്മയ്ക്കൊപ്പമായിരുന്നു. അവർ മറ്റൊരു വീട്ടിലായിരുന്നു. വീണ എന്ന സ്ത്രീയുമായുള്ള ഡിവോഴ്സിന് കാരണം രേണു അമ്മയല്ല, പൈസയും മറ്റുമൊക്കെയായിരുന്നു അവരുടെ പ്രശ്നം. പക്ഷേ അവർ ഇപ്പോൾ വന്ന് പറയുമ്പോൾ അവർ നല്ലയാളും അച്ഛൻ തെറ്റെന്ന രീതിയിലുമാണ് പറയുന്നത്. കഥയെല്ലാം കൊല്ലത്തുള്ളവർക്ക് അറിയാം. വീണ എന്ന സ്ത്രീയെ അച്ഛൻ വിവാഹം കഴിച്ചപ്പോഴും ഞാൻ അച്ഛന്റെ അമ്മയ്ക്കും ബന്ധുക്കൾക്കും ഒപ്പമായിരുന്നു. അത്രയും നിങ്ങൾ ചിന്തിച്ചാൽ തന്നെ കാര്യം മനസ്സിലാകും. ഞാൻ 1ൽ പഠിക്കുമ്പോഴായിരുന്നു അച്ഛൻ 2ാം വിവാഹം. അവർ എപ്പോഴും അടിയായിരുന്നു. ഞാൻ പറഞ്ഞാൽ കൂടിപ്പോകും. അതുകൊണ്ട് ഒന്നും പറയുന്നില്ല. അച്ഛനെ കുറിച്ച് ശരിയല്ലാത്ത കാര്യങ്ങൾ കേൾക്കുമ്പോൾ വിഷമമുണ്ട്. എന്നെ നോക്കിയത് അച്ഛനും അച്ചാമ്മയും വല്യച്ഛനും വല്യമ്മയും എല്ലാം തന്നെയാണ്. 3 വയസ്സുള്ളപ്പോഴാണ് ഞാനും അച്ഛനും കൊല്ലത്തേക്ക് വരുന്നത്. എനിക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം അച്ഛൻ ചെയ്തിട്ടുണ്ട്. ഞാനും അച്ഛനും തമ്മിൽ ഒരിടയ്ക്ക് പ്രശ്നമുണ്ടായിരുന്നു. അത് പിന്നീട് സംസാരിച്ച് തീർത്തു. അച്ഛൻ മരിച്ചപ്പോഴും എൻ്റെ മനസ്സിൽ അതായിരുന്നു. അതുപോലെ കൊറോണ സമയത്ത് അച്ഛന് ഒരുപാട് കടമുണ്ടായിരുന്നു. കൊറോണ സമയത്ത് ഞങ്ങൾ കോട്ടയത്തായിരുന്നു. ഞാൻ, അച്ഛൻ, അമ്മ, ഋതപ്പൻ, രേണു അമ്മയുടെ പപ്പ, അമ്മ, ചേച്ചി, അളിയൻ അടക്കം 9 പേരുണ്ടായിരുന്നു. എല്ലാവരുടെയും ചിലവ് അച്ഛനാണ് ആ സമയത്ത് നോക്കിയത്. കൂടാതെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയതും പെട്ടുപോയിരുന്നു. കടം വന്നു. പക്ഷെ അതിന്റെ പേരിൽ പറ്റിച്ചെന്ന് പറയരുത്. അച്ഛന്റെ കാര്യം പറയുമ്പോഴാണ് എനിക്ക് വിഷമം വരുന്നത്. പുള്ളി ഒന്നും ചെയ്തിട്ടില്ല. എല്ലാവരെയും സ്നേഹിച്ചു. വീണ എന്ന സ്ത്രീ ഞാനുള്ളതിന്റെ പേരിൽ അച്ഛനുമായി വഴക്കിട്ടിട്ടുണ്ട്. എൻ്റെ ഏറ്റവും മോശം ലൈഫ് ആ സമയത്തായിരുന്നു. ഞാൻ സുതിക്കുട്ട എന്നാണ് അച്ഛനെ വിളിച്ചിരുന്നത്. അങ്ങനെ പോലും വിളിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. ജീവിക്കാൻ വേണ്ടി അച്ഛൻ കുറേ കാര്യങ്ങൾ നോക്കി. അമ്മ ഇല്ലെന്നുള്ള വിഷമം എനിക്ക് വരാതിരിക്കാനും പുള്ളി ഒരുപാട് ശ്രമിച്ചു. അല്ലാതെ തെറ്റ് ചെയ്തിട്ടില്ല. അച്ഛൻ കുടിക്കുമായിരുന്നു, അത് ശരിയാണ്. പക്ഷേ ഓവറായിരുന്നില്ല. അച്ഛൻ നെഗറ്റീവ് വന്നതുകൊണ്ടാണ് സംസാരിക്കാമെന്ന് കരുതിയത്. ഞാൻ കൊല്ലത്തെ വീട്ടിൽ ഹാപ്പിയാണെന്നും കിച്ചു പറഞ്ഞു. അമ്മ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്തോട്ടെ. അമ്മയ്ക്ക് അമ്മയുടേതായ ഇഷ്ടമുണ്ട്. അതിൽ ഞാൻ പ്രതികരിക്കാറില്ല. ആരും എന്റെ വായടപ്പിച്ചിട്ടില്ല, പേടിപ്പിച്ചിട്ട് വെച്ചിട്ടുമില്ല. അമ്മയെ പറഞ്ഞ് മനസ്സിലാക്കണം എന്നൊക്കെ പറഞ്ഞ് ചിലർ വിളിക്കുകയാണ്. അമ്മയെ ഞാൻ എന്ത് പറഞ്ഞ് മനസ്സിലാക്കാനാണ്? ഓരോരുത്തർക്കും അവരുടെ ഇഷ്ടം കാണില്ലേ. അമ്മയുടെ ഫാഷൻ ഷോ ഒന്നും ഞാൻ കാണാറില്ല. കാണാതെ എങ്ങനെ ഇഷ്ടമാണെന്ന് പറയും. ഞാൻ കൊല്ലത്ത് നിൽക്കുന്നത് എനിക്ക് ഇവിടെ നിൽക്കാൻ ഇഷ്ടമായതുകൊണ്ടാണ്. ഞാൻ കുഞ്ഞിലെ തൊട്ട് ഇവിടെയാണ് നിൽക്കുന്നത്. പിന്നെ അച്ഛൻ പോയപ്പോൾ അവിടെ അത്ര കംഫർട്ടായി തോന്നിയില്ല. ഇവിടെയാകുമ്പോൾ അച്ഛമ്മയൊക്കെ ഉണ്ട്. ഞാൻ ഇവിടെ ആരെയും പിന്തുടച്ച് സംസാരിക്കുന്നില്ല. എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അമ്മയെക്കുറിച്ച് സംസാരിക്കുമോ എന്ന് പലരും ചോദിക്കുന്നു. ഞാൻ എന്താണ് പറയേണ്ടത്? അമ്മയുടെ അഭിനയത്തെക്കുറിച്ചാണെങ്കിൽ തുടക്കമല്ലേ, എന്നാൽ ആദ്യത്തെ പോലെയല്ല. കുറച്ച് ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്. ചില റീലുകളൊക്കെ എനിക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്, ചിലതൊന്നും ഇഷ്ടമാകുന്നില്ല. അമ്മയെക്കുറിച്ച് കുറ്റം പറഞ്ഞതല്ല, ഒരു പ്രേക്ഷകൻ എന്ന നിലയിലാണ് പ്രതികരിച്ചത്. ഋതപ്പനെ ഇവിടെ കൊണ്ടുവന്നാൽ അവനെ നോക്കുന്നത് പ്രായോഗികമായ ഒരു കാര്യമല്ല. അവൻ കൊച്ചു കുഞ്ഞല്ലേ. ഞാൻ സെറ്റിലായാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. അവന് ചേട്ടനൊപ്പം നിൽക്കണമെന്ന് പറഞ്ഞാൽ കൂടെ കൊണ്ടുവന്ന് നിർത്തും. ആരോപണങ്ങളൊക്കെ എൻ്റെ ഭാവിയെ ബാധിക്കും. ഞാൻ നല്ല നിലയിൽ എത്തണം, അമ്മയെയും ഋതപ്പനെയും നോക്കണമെന്നൊക്കെ എല്ലാവരും പറയുന്നു. എന്നാൽ ഇങ്ങനെയൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ നല്ല നിലയിലെത്തും? അമ്മ എനിക്ക് ഇടയ്ക്കിടെ പോക്കറ്റ് മണി തരാറുണ്ട്. പുതിയ വീട്ടിൽ ഞാൻ ഓക്കെ അല്ല താമസിക്കാൻ, അതുകൊണ്ട് താമസിക്കുന്നില്ല. എനിക്ക് കൊല്ലത്തെ വീട്ടിൽ നിൽക്കുന്നതാണ് ഇഷ്ടം. എന്നെ ആ വീട്ടിൽ നിന്നും ആരും ചവിട്ടി ഇറക്കിയിട്ടില്ല.